അത് ഹൈക്കോടതി ആ ഒരു നിയമം കൊണ്ടുവരണം തീർച്ചയായും. പിന്നെ കൂടാതെ തന്നെ നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടീസ് കൊടുക്കണമെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു നിലപാട് ഒരിടത്തും നമ്മൾ കാണുന്നില്ല. ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നു, ഉടനെ അറസ്റ്റ്. അപ്പോൾ അതൊന്നും ഒരു നല്ല രീതിയിലുള്ള നിലപാടല്ലെന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ വിശ്വാസം. എന്തായാലും നല്ല രീതിയിലുള്ളൊരു നിയമ നടപടി കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് CBI അന്വേഷണമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇന്ന് ഹൈക്കോടതിയിൽ റിറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ ഇന്ന് ഇത്ര സമയമായിട്ട് ഇന്ന് ഒപ്പിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണമൂർത്തി അഡ്വക്കേറ്റിനെ കൊണ്ട് ഒരു റിറ്റ് ഫയൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഹൈന്ദവ സമൂഹത്തിന് തന്നെ സഹായമായൊരു നിയമ നടപടി തന്നെ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും CBI അന്വേഷണത്തിലൂടെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും, ഒരു സംശയവുമില്ല. സർക്കാരും ദേവസ്വം ബോർഡും എന്തിനാണ് CBI അന്വേഷണത്തെ ഭയപ്പെടുന്നത്? എന്തിനാണ് അത് വേണ്ടാന്ന് പറഞ്ഞ് എതിർക്കുന്നത്? എന്തിനാണ്? ഇന്നലെ ഇഡിക്ക് ഇന്നലെ ഹൈക്കോടതി കേസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് പേപ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ CBI അന്വേഷണം കൂടെ ആകുമ്പോൾ ശക്തമായുള്ള നിയമ നടപടികൾ തന്നെ ഉണ്ടാകും. ഇതിൽ പുറത്തു നിന്ന് വിഹരിക്കുന്ന പലരും അകത്ത് കിടക്കേണ്ട അവസ്ഥ തന്നെ ഉണ്ടാകും. എല്ലാം അയ്യപ്പൻ്റെ അനുഗ്രഹം പോലെ നടക്കട്ടെ. സ്വാമിയെ ശരണം അയ്യപ്പൻ. ഈ തന്ത്രിയെ മാത്രം കൊടുക്കുന്ന അത്തരത്തിലൊരു സംശയം ഇത് ഉണ്ട്. ഇല്ലാതല്ല, തന്ത്രിയെ കൊടുക്കുകയെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹം, ഞാൻ മാത്രമല്ല, ഹൈന്ദവ സമൂഹം, വിശ്വാസികളായ ഹൈന്ദവ സമൂഹത്തിൻ്റെ വിശ്വാസം അത് തന്നെയാണ്. കാര്യം മകരവിളക്കിനോടനുബന്ധിച്ച് ഇല്ലെങ്കിൽ ഇലക്ഷൻ അടുത്തു വരുന്നു. അപ്പോൾ അതോടനുബന്ധിച്ച് ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആർക്കും സംശയിക്കാം, ഏതൊരു വ്യക്തിക്ക് സംശയിക്കാം, അഭിപ്രായം പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ തന്നെയാണ്, അവിടെ ധൈര്യമായിട്ട് നമുക്ക് അഭിപ്രായം പറയാം. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മൾ ചിന്തിക്കാതിരിക്കുന്നതിൽ ഒരു തെറ്റും പറയാനില്ല. ആരെയാലും ചിന്തിച്ചു പോകും. അപ്പോൾ അദ്ദേഹത്തിനെ കുടുക്കിയത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലങ്ങളായിട്ട് അദ്ദേഹത്തിനൊരു ബ്ലാക്ക് മാർക്കില്ല. ഇത്രയും വർഷമായിട്ട് ശബരിമല തന്ത്രിയിലൊരു ബ്ലാക്ക് മാർക്ക് ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ പെട്ടെന്നൊരു ഇത് പറയുക അല്ലെങ്കിൽ ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ സത്യം, അദ്ദേഹം നിരപരാധിയാണ്. അനുജ്ഞ കൊടുത്തില്ല, നമ്മുടെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി അദ്ദേഹത്തിനെ ഉടനെ തന്നെ റിമാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ അതിനുശേഷം 8 മണിക്കൂറുള്ള അദ്ദേഹത്തിൻ്റെ ചെങ്ങന്നൂരുള്ള മഠത്തിൽ പോയി കാര്യങ്ങൾ പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഒന്നും ഇതുവരെ ഒരു ഇതും കിട്ടിയിട്ടില്ലെന്നാണ് അറിവ്.